ഈ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും തകരാതിരിക്കാൻ വേണ്ടി മാത്രമാ ഞാൻ ഒന്നും ആരെ അറിയിക്കാതിരിക്കാൻ തീരുമാനിച്ചത്. ഓർമ്മയില്ലാത്ത അർച്ചനെ ഇവിടെ നടത്തിയെടുത്ത് സച്ചിയുടെ ജീവിതത്തിലേക്ക് പറിച്ചു നട്ടതുകൊണ്ട് ആർക്ക് എന്ത് പ്രയോജനമുള്ളത്? എല്ലാം പോട്ടെ, പാവം ഗൗരിമോള്, അവളുടെ മുഖ ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ എന്നെ ഓരോ തവണയും പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതുവരെ ഈ രഹസ്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഇനി പറയേയില്ല. കാരണം ഗോകുൽ എന്റെ നല്ല സുഹൃത്താ. സുഹൃത്തുക്കളെ ശത്രുക്കളാക്കുന്ന പണിയാണ് ഞാൻ ചെയ്യുന്നത്. ഗൂഗിളിന്റെ ജോലിയല്ലേ ചെയ്യുന്നേ? ജോലിയാണ്, പക്ഷേ അവന്തിക നമ്മുടെ സുഹൃത്തു കൂടിയാണല്ലോ. അഡ്വക്കേറ്റ് കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ അവർക്കെതിരെയായിരുന്നല്ലോ എൻ്റെ കണ്ടെത്തലുകൾ. ഇതും കൂടെ ആവുമ്പോൾ പൂർണ്ണമായിട്ടും അവരെൻ്റെ ശത്രുവാകും. ആളിയെ സ്വന്തം ജോലി ആത്മാർത്ഥയോടെ ചെയ്താ ഈ ചിന്തയൊന്നും ഉണ്ടാവില്ല. നോക്കാം. എന്താടോ? സത്യത്തിനും നീതിക്കും പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് ഗൂഗിൾ എന്നാ ഞാൻ ഇതുവരെയും വിശ്വസിച്ചിരുന്നത്. എന്നു മുതലാ ഇങ്ങനെ മാറ്റം ഉണ്ടായത്? എനിക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷേ ചില സത്യങ്ങളൊക്കെ അറിയുമ്പോൾ നമ്മൾ അറിയാതെ ഭയപ്പെട്ടു പോകും. അപ്പോൾ ഇതുപോലെ ചിലപ്പോൾ പെരുമാറ്റത്തിലൊക്കെ ചില മാറ്റങ്ങളുണ്ടാവും. എന്ത് സത്യം അറിഞ്ഞ കാര്യ ഗൂഗിൾ പറയുന്നത്? എടോ, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കാര്യം സംസാരിച്ചതാ. എന്നെ വിട്ടേക്ക്, ഞാനിപ്പോൾ ഇങ്ങനെയാ. എടോ, ഞാനൊരു അഡ്വക്കേറ്റാ. ദിവസവും എത്ര പേരുടെ ജീവിതങ്ങളാണ് എൻ്റെ കൺമുന്നിലൂടെ കടന്നു പോകുന്നതെന്ന് അറിയാമോ? നമ്മൾ അറിയുന്ന സത്യങ്ങളല്ല പലപ്പോഴും പറയുന്ന സത്യങ്ങൾ. അതിലും എത്രയോ ചെറുതാണ് കോടതിയിൽ പറയുന്നത്. പിന്നെ അതിനെ വളച്ചൊടിച്ചാണ് മാധ്യമങ്ങൾ എഴുതുന്നതും പറയുന്നതും. പക്ഷെ അപ്പോഴും മറ്റൊരിടത്ത് സത്യം സത്യമായിട്ട് തന്നെ നിൽക്കും. ആ സത്യത്തിന് ബലി കൊടുത്ത് സുഹൃത്തിനെ രക്ഷിക്കാനുള്ള പുറപ്പാടിലാണോ? അവന്തിക ശത്രുവായാൽ ഗൂഗിളിന് എന്തെങ്കിലും പേടിയുണ്ടോ? എനിക്ക് പേടി നിന്നെക്കുറിച്ചാ. ഞാൻ ആരും അറിയാതെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതെല്ലാം നിന്നെക്കുറിച്ചുള്ള സത്യങ്ങളാ. നിന്നെ നഷ്ടപ്പെടുന്ന നിമിഷത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ പേടിക്കുന്നത്. ഗൂഗിൾ എന്താ ഒന്നും പറയാത്തെ? എടോ, സത്യത്തിന് മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആർക്കും പറ്റില്ല, അതെനിക്കറിയാം. എന്ത് സംഭവിച്ചാലും ഞാൻ സത്യത്തിൻ്റെ കൂടെ മാത്രമേ നിൽക്കൂ. ഗൂഗിൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ ഉള്ളിൽ വെച്ച് സംസാരിക്കുന്ന പോലെ. ഗൂഗിൾ പറഞ്ഞതുപോലെ ഞാനൊരു അഡ്വക്കേറ്റ് അല്ലല്ലോ, അതുകൊണ്ടായിരിക്കും. എന്തായാലും ഗൂഗിൾ സത്യത്തിന്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്.